ഏറ്റവും പ്രാപ്തരും കഴിവുള്ളവരുമായി വരേണ്ട ആളുകളാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഇവിടെ കൂടിയിട്ടുള്ള യുവതി യുവാക്കൾ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദം ഭാവിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിലല്ല, പറ്റും. എന്ത് പറ്റും? നിങ്ങൾക്കും ഒരു കഴിവുള്ള നേതാവായി ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ച് ആ അവകാശങ്ങൾ നേടാനായിട്ട് നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും. അതിനുള്ള പ്രാപ്തി നിങ്ങളിൽ ഉണ്ടാവണം. ആ ഒരു ചിന്ത നിങ്ങളിൽ ഉദ്ദീപിപ്പിക്കുക, ഇഗ്നൈറ്റ് ചെയ്യുക. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യൂത്ത് ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ലീഡേഴ്സ് ഉണ്ടായാൽ ആ ലീഡേഴ്സിന് പ്രവർത്തിക്കണമെങ്കിൽ സാമ്പത്തിക ശക്തി വേണം. കാശില്ലാണ്ട് നേതാവായെന്നാൽ അവന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാശെന്ന് പറഞ്ഞാൽ ആ നേതാവ് പ്രതിദാനം ചെയ്യുന്ന സമൂഹം സാമ്പത്തികമായ ഒരു സപ്പോർട്ട് കൊടുത്താലേ ആ നേതാവിന്, ഒരു നേതാവ് ഇപ്പം നിങ്ങളുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്നാൽ ആ നേതാവിന് കാര്യമായി പ്രവർത്തിക്കണമെങ്കിൽ സാമ്പത്തിക സപ്പോർട്ട് ഉണ്ടാവണം. അതിനും കൂടി ഒരു പ്രാപ്തി ഈ സമൂഹം ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കും? അതിനാണ് എന്റർപ്രണർഷിപ്പ് എന്നുവെച്ചാൽ നമ്മുടെ ആളുകളും സംരംഭകരാകണം. സംരംഭകർ എന്ന് പറഞ്ഞാൽ ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുക, അത് വിപണനം നടത്തുക, വാങ്ങി വിൽക്കുക, ഇങ്ങനെയുള്ള വരുമാനമുണ്ടാക്കുന്ന പദ്ധതികൾ ചെയ്യാൻ പ്രാപ്തിയുള്ള യുവതി യുവാക്കൾ വളർന്നു വരണം. എന്നാൽ മാത്രമേ നമ്മുടെ ആളുകൾക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ പല യുവതി യുവാക്കളും പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ജോലി കിട്ടണം, നല്ലൊരു ജോലി കിട്ടണം. അതിനപ്പുറം ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ഡ്രീം, ഒരു സ്വപ്നം പലർക്കുമില്ല. സത്യത്തിൽ ജോലിയിലും കൂടുതൽ വരുമാനവും കാര്യപ്രാപ്തിയും ലഭിക്കാൻ സാധ്യതയുള്ളത് സംരംഭത്തിലൂടെയാണ്. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. എന്നാൽ മാത്രമേ നിങ്ങൾ പുരോഗമിക്കൂ, നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സമൂഹം പുരോഗമിക്കൂ, നിങ്ങൾ ജീവിക്കുന്ന രാജ്യം പുരോഗമിക്കൂ. സംരംഭകരുണ്ടാവണം. പട്ടിക വിഭാഗത്തിലാണ് ഏറ്റവും കുറവ് സംരംഭകർ. അപ്പോൾ പട്ടിക വിഭാഗത്തിൻ്റെ പരാധീനത മാറണമെങ്കിൽ അത്യാവശ്യം വേണ്ടത് നമ്മുടെ യുവതി യുവാക്കൾ വരും കാലങ്ങളിൽ സംരംഭകരായി മാറണം. സംരംഭകരായി മാറിയ എന്താ ഗുണം? നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാകും. കൂടാതെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് വളർന്നാൽ നിങ്ങളുടെ സ്വന്തക്കാർക്കോ നിങ്ങളുടെ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്കോ ഒക്കെ തൊഴിൽ കൊടുക്കാൻ കഴിയും. അങ്ങനെയുള്ള പ്രസ്ഥാനം വളർന്നു വന്നാൽ മാത്രമേ ഈ സമൂഹം പുരോഗമിക്കൂ. നമ്മുടെ ലീഡേഴ്സിനെ വേണ്ട വിധം സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വളർന്നു വന്നാൽ, ഇന്നിപ്പോൾ കേരളത്തിലൊരു മന്ത്രിസഭയുണ്ട്. നമുക്ക് മന്ത്രിയുണ്ടോ? പേരിനൊരു മന്ത്രിയുണ്ട്. ആ മന്ത്രിക്ക് എന്ത് വകുപ്പാണ് കിട്ടുന്നത്? പട്ടിക വിഭാഗത്തിൻ്റെ കാര്യം മാത്രം. എന്നിട്ട് ആ കാര്യങ്ങൾക്കുള്ള ഫണ്ട് വകയിരുത്തും. ആ വകയിരുത്തുന്ന ഫണ്ട് ചെലവാക്കിയില്ല. ഇതൊന്നും ചോദിക്കാൻ ഒരു മനുഷ്യനില്ല, പ്രാപ്തിയുള്ള ഒരാൾ പോലുമില്ല. അത് മാറണം. അത് മാറണമെങ്കിൽ നല്ല ലീഡേഴ്സ് ഉയർന്നു വരണം.
ആ ലീഡേഴ്സിന് പിൻബലമുണ്ടാകണം, സാമ്പത്തികമായ ശക്തി ഉണ്ടാവണം. അത് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ തരത്തിൽ ലീഡേഴ്സ് ഉയർന്നു വരണം, സംരംഭകർ ഉയർന്നു വരണം. അത് വന്നാൽ ഇവിടെ ഈ ഇൻട്രൊഡക്ഷൻ നടത്തിയ സുഹൃത്ത് പറഞ്ഞതുപോലെ, ശ്രീമതി കുമാരി ശ്രദ്ധ പറഞ്ഞതുപോലെ, 2047 അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം തികയുമ്പോഴെങ്കിലും ഈ പട്ടിക വിഭാഗം പൊതുജനങ്ങളുടെ ഒപ്പം നിൽക്കാൻ പ്രാപ്തരാകും. അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരുപക്ഷെ ഞാനൊന്നും അത് കാണാനുണ്ടാവില്ല. പക്ഷേ നിങ്ങളിപ്പോഴേ ശ്രമിച്ചാൽ 2047 ഒരു പക്ഷേ കേരളത്തിൽ ഒരു പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി, പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ഒരു ചീഫ് സെക്രട്ടറി, ഒരു DGP വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കേരളക്കാരനല്ല, ആന്ധ്രാക്കാരനാണ്. എന്നാലും പേരിനൊരു DGP ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ നമ്മുടെ ആളുകൾക്ക് വേണ്ട പ്രാതിനിധ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ആ പ്രാതിനിധ്യം 2047 ഉറപ്പാക്കാൻ നിങ്ങളെപ്പോലെയുള്ള യുവതി യുവാക്കൾക്ക് കഴിയും.